ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഗോവയിലേക്ക് പോവുകയാണ്. ഗോവയിലെ നൈറ്റിലുള്ള വഴിവിളക്കുകളാണ് ഇപ്പോൾ കണ്ടത്. ഫസ്റ്റ് നമ്മൾ പോയത് കൊക്കോ ബീച്ചിലേക്കാണ് ഗൈസ്. കൊക്കോ ബീച്ചിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരകൾ ശക്തമായിട്ട് അടിക്കുന്നവയല്ല, ശക്തി കുറഞ്ഞ തിരകളാണ് അവിടുത്തേത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിംഗ് ചെയ്യുമ്പോൾ അവിടെ ഡോൾഫിനെ കാണാൻ കഴിയും. ഡോൾഫിനെ കാണണമെങ്കിൽ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് ലക്ക് കൂടെ വേണം. ലക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചെല്ലുന്ന ടൈമിൽ ഡോൾഫിൻ ചാടണം. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ബോട്ട് കയറിയിട്ട് ഡോൾഫിനെ കാണാൻ കഴിയുമെന്നൊന്നും അറിഞ്ഞുകൂടാ. കുറച്ച് ദൂരം നീങ്ങിയപ്പോഴതാ ഡോൾഫിൻ ചാടി തുടങ്ങി ഗൈസ്. വളരെ കൗതുകം തോന്നി. എല്ലാവരും ഒരു സൈഡിലേക്ക് വന്നു, കാരണം വീഡിയോ എടുക്കാനുള്ള ആ ഒരു ആകാംക്ഷയിലേക്ക്. അപ്പോൾ ബോട്ടിലിരിക്കുന്ന ആൾ പറഞ്ഞു, എല്ലാവരും അവിടെ ഇരുന്നിട്ട് പതുക്കെ എടുത്താൽ മതി, ഒരു സൈഡിലേക്ക് എല്ലാവരോടും ചെന്നാൽ ഭാരം കൂടിയിട്ട് ബോട്ട് മറിയുമെന്ന്. എന്തായാലും ഗൈസ് അന്നേരം ഒരു ചെറിയ പേടി തോന്നിയെങ്കിലും എൻജോയ് ചെയ്തു ഗൈസ്. കാരണം ഞാൻ ചെറിയ തോണി വരെ കയറിയിട്ടുണ്ട്. ഞാനൊരു കുട്ടനാട്ടുകാരി ആയതുകൊണ്ട് എനിക്ക് അത്ര ഭയം തോന്നിയില്ല. പക്ഷേ ഇത് കടലാണ്, അത് ആറാണ്, രണ്ട് വ്യത്യാസമുണ്ട്. എന്നാൽ ഇത് കടലിലൂടെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം തിരകൾക്ക് അധികം ശക്തി ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഡോൾഫിനെ കണ്ട് നല്ലതുപോലെ വീഡിയോ എല്ലാം എടുത്ത് ഞാൻ ഒന്നേ ഉദ്ദേശിച്ചുള്ളൂ, നിങ്ങളിൽ ഇത് എത്തിക്കണം, എങ്ങനെയെങ്കിലും നിങ്ങളെ കൂടി ഇത് കാണിക്കണം. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഒരുപാട് തൊപ്പികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓരോ സാധനത്തിലും ഭയങ്കര വിലയാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ വെള്ളത്തിന് 50 രൂപയായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു പ്രത്യേകതയോടെ ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ ഗൈസ്.